പതിനാറും 60 തിരിച്ചറിയാനുള്ള ഒരു വെപ്രാളത്തിലാണ്. സ്വന്തം മുഖം തിരിച്ചറിയാൻ വെപ്രാളപ്പെടുകയാണ് അല്ലേ? 16ഉം 60ഉം തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ല, നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്, എല്ലാവരെയും മനസ്സിലാകുന്നുണ്ട്. ബാച്ചിൻ്റെ ചടങ്ങിന് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മളെ വിട്ടുപിരിഞ്ഞ സ്വർഗ്ഗലോകം പ്രാപിച്ചവർക്ക് മെഴുകുതിരി കത്തിച്ച് സമർപ്പിച്ച പ്രാർത്ഥനയോടെയാണ് ചടങ്ങിന് തുടക്കം. പ്രിയ സുഹൃത്തുക്കളായ 6 പേർ നമ്മളെ വിട്ടുപിരിഞ്ഞെങ്കിലും 60 പേർ അടങ്ങുന്ന ഈ ബാച്ച് 40-ൽ പരം പേർ ഒത്തുചേർന്ന ഈ അസുലഭ നിമിഷം ഇതിനു മുമ്പും ഇങ്ങനെ ഒത്തുചേർന്നിട്ട് ഉണ്ടെങ്കിലും ഈ കൂട്ടായ്മ കൊണ്ട് സമൂഹത്തിന് വലിയൊരു സന്ദേശമാണ് നൽകാൻ പോകുന്നത്. ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നിരവധി ചാരിറ്റി പ്രവർത്തന പരസ്പരം സഹായങ്ങൾ പങ്കിട്ടുകൊണ്ടും ഈ നിർമ്മല കോളേജിൻ്റെ വളർച്ച പോലെ തന്നെ 1984 കൊമേഴ്സ് ബാച്ച് റീയൂണിയൻ സമൂഹത്തിന് നന്മകൾ നൽകിക്കൊണ്ട് പുരോഗമനത്തിൻ്റെ പാതയിൽ എഡിറ്റോറിയൽ ബോർഡ് രൂപീകരിച്ചുകൊണ്ട് നിരവധി സേവന പ്രവർത്തനങ്ങളാണ് ലക്ഷ്യം വയ്ക്കുന്നത്. നല്ല പ്രായത്തിൽ ഇറങ്ങി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് 2019 പല വർഷങ്ങളും കൂടി 2004 കൂടി പല വർഷങ്ങളും കൂടി കഴിഞ്ഞ ദിവസം 40 വർഷം മുമ്പത്തെ ഒരു സൗഹൃദം ആണെങ്കിലും അത് ഇപ്പോഴും അതിനേക്കാൾ ഉപരിയായിട്ടാണ് എല്ലാവർക്കും പരിചയവും അടുപ്പമുള്ളത്. ശരിക്കും പറഞ്ഞാൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടിയിട്ടുണ്ടോയെന്നുണ്ടെന്ന് തന്നെ വളരെ സംശയമാണ്. നല്ല ആക്റ്റീവായിട്ടിരിക്കുന്ന കുട്ടികൾ മാത്രമേ മിണ്ടാറുള്ളൂ. ഇപ്പം ഞാൻ തന്നെ നമ്മുടെ സമ്മേളനത്തിൽ പറയും, ഞങ്ങളുടെ പെൺകുട്ടികളെന്നേ പറയാറുള്ളൂ. കാര്യം 10-60 വയസ്സായെങ്കിലും 40 വർഷങ്ങൾ മുമ്പ് കണ്ട മുഖങ്ങൾ തപ്പിയെടുക്കാൻ പ്രയാസമുണ്ടായിരുന്നെങ്കിലും സംഭാഷണങ്ങൾ പരസ്പരം കാതുകളിൽ പതിഞ്ഞപ്പോൾ അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങളുടെ ഒരു പുനർജന്മം തന്നെയായിരുന്നു ഈ ദിനം. ചിലർ കണ്ണുനീർ കൊണ്ടും ചിലർ കൊച്ചുകുട്ടികളെപ്പോലെ തുള്ളിച്ചാടിയും പരസ്പരം പഴയ ഓർമ്മകൾ പങ്കുവച്ചപ്പോൾ നഷ്ടപ്പെട്ട സുവർണകാലത്തിൻ്റെ ഓർമ്മകളിലേക്കുള്ള തിരിച്ചുപോക്കായിരുന്നു ഇവിടെ അനുഭവവേദ്യമായത്. ഇതിന് നേതൃത്വം വഹിച്ചത് പൂർവ്വ വിദ്യാർത്ഥികളും സംഘാടക സമിതി അംഗങ്ങളുമായ വിൽസൺ കുരിശിങ്കൽ, സജീവ് വെട്ടിയാങ്കൽ, വാൾസൻ മഴുവന്നൂർ, ഓമന റാണി എന്നിവരുടെയും അധ്യാപകരുടെയും ദീർഘകാലത്തെ പരിശ്രമ ഫലമാണ് ഇതിത്രയും വിജയകരമായി പൂർത്തീകരിക്കാനായത്. വിദ്യാലയ കാലഘട്ടത്തിൽ കുസൃതികൾ കാട്ടുമ്പോൾ അധ്യാപകർ തല്ലിയും പ്രശ്നങ്ങൾ പരിഹരിച്ചും ഉപദേശിച്ചും മുന്നോട്ടു പോകുമ്പോൾ കൺമുന്നിലെ ഏറ്റവും വലിയ ശത്രുഭാവത്തിൽ ഏറ്റുമുട്ടിയിരുന്നെങ്കിലും അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെയൊരു വളർച്ചയിലൂടെ തിരിച്ചുവന്ന് തങ്ങളെ ഒരു നോക്ക് കാണും എന്നുള്ള യാഥാർത്ഥ്യം ഒരു അധ്യാപകന്റെ സ്വപ്ന സാക്ഷാത്കാരമായാണ് ഇന്ന് ഈ റീയൂണിയനിൽ അനുഭവപ്പെട്ടിരിക്കുന്നത്. ഇന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ പഴയകാല വിദ്യാഭ്യാസ ബന്ധങ്ങളും അന്നത്തെ അധ്യാപകരുടെ ശിക്ഷണങ്ങളും ലാളിത്യവും ഇന്ന് ഈ സമൂഹത്തിന് ഏറെ വിലപ്പെട്ടതാണെന്ന സത്യം പുതിയ തലമുറകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തിരശീല വീണുപോയ 40 വർഷത്തെ കൂട്ടായ്മയ്ക്ക് ഇന്ന് കേവലം ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടെ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ഒന്നിച്ചപ്പോൾ നിർമ്മല കോളേജിന് ഒരു പുതുജീവൻ വച്ചുകൊണ്ട് ഒരു വലിയ കൂട്ടുകുടുംബത്തിൻ്റെ ഒത്തുചേരലിൻ്റെ സന്ദർഭമായിരുന്നു 2024 മെയ് 5. അനാദിമധ്യാന്തമേ
വിശ്വചലനം അനവദ്യ സംഗീതാലാപനം. ഇന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ പഴയകാല വിദ്യാഭ്യാസ ബന്ധങ്ങളും അന്നത്തെ അധ്യാപകരുടെ ശിക്ഷണങ്ങളും ലാളിത്യവും ഇന്ന് ഈ സമൂഹത്തിന് ഏറെ വിലപ്പെട്ടതാണെന്ന സത്യം പുതിയ തലമുറകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തിരശീല വീണുപോയ 40 വർഷത്തെ കൂട്ടായ്മയ്ക്ക് ഇന്ന് കേവലം ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടെ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ഒന്നിച്ചപ്പോൾ നിർമ്മല കോളേജിന് ഒരു പുതുജീവൻ വച്ചുകൊണ്ട് ഒരു വലിയ കൂട്ടുകുടുംബത്തിൻ്റെ ഒത്തുചേരലിൻ്റെ സന്ദർഭമായിരുന്നു 2024 മെയ് 5. അപ്പോൾ ഇങ്ങനെയുള്ള സമ്മേളനം ഒക്കെ ഇനി ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ വിരളമാണ്. എന്നാലും ഞങ്ങൾ പരമാവധി പരിശ്രമിക്കും. എന്നാൽ ഈ സമ്മേളനം ജീവിതത്തിലെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. എന്നും ഓർത്തിരിക്കാനും അയവർക്കാനും ജീവേശ്വര. അവസരം തന്നതിന് പ്രത്യേകമായി നന്ദി. അവസാന കാലത്ത് നിയമൻ കോളേജിലേക്ക് സ്ഥലം മാറ്റിപ്പെടുകയായിരുന്നു. നിർമ്മല കോളേജിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടുന്ന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് മരണത്തിന് തുല്യമാണ്. നമ്മളുടെ ഭിത്തിയിൽ ഫോട്ടോ തൂക്കും. പിന്നീട് ഒരു ചടങ്ങിനും അങ്ങനെ വിളിക്കാറില്ല. നിയമൻ കോളേജിൽ അല്പം വ്യത്യാസമുണ്ട്. ഇപ്പോഴും നിർമ്മല കോളേജിൽ സജീവമായിട്ട് നിൽക്കുന്നവർ ഇപ്പോൾ അവിടുന്ന് റിട്ടയർ ചെയ്തവരും അവിടുന്ന് റിട്ടയർ ചെയ്തവരൊക്കെ പല കാര്യങ്ങളും സംഘടിപ്പിക്കാറുണ്ട്. അത് ഒരു സങ്കടമായിട്ട് പറഞ്ഞെന്ന് മാത്രമല്ല. അതുകൊണ്ട് നമ്മളിവിടെ ഇരിക്കുന്ന പലരെയും പോലും കാണാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. അവസാന കാലം കുറേ നിയമൻ കോളേജിലായിരുന്നു. അതിനുശേഷവും ഇപ്പോൾ ജോലി ചെയ്യുന്നു. ഒരു സന്തോഷം പ്രത്യേകം അറിയിക്കട്ടെ. ഔദ്യോഗികമായിട്ട് തന്നെ എല്ലാ ഈ അധ്യാപനവും നിർത്തി വീട്ടിലിരുന്നേക്കാമെന്ന് കരുതിയിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സമ്മേളനത്തിലേക്ക് നിങ്ങൾ വിളിച്ചത്. അതുകൊണ്ട് തൽക്കാലം റിട്ടയർ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ എല്ലാവരെയും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റണില്ല. കാരണം ഇടയ്ക്ക് കാണാത്തതുണ്ട്. ഇടയ്ക്ക് കാണുന്നവരെല്ലാവരും നമ്മൾ ഓർത്തെടുക്കണം. ബുള്ളറ്റില് സാറ് വരുന്നു. ആ ഷൂസ് ഇന്നും എനിക്ക് ക്ലിയർ ആയിട്ട് ടി വി കാണുന്നത് കാണും. സാറ് വരുന്നു. അന്ന് ഞാൻ കേട്ടൊരു കഥ ശരിയാണെന്ന് എനിക്കറിയില്ല സാറ് പറയുന്നത്. ഞാൻ കേട്ടത് അന്നത്തെ ഇവിടുത്തെ പെൺകുട്ടികളെ മുഴുവൻ ഹൃദയത്തുടിപ്പും രോമാഞ്ചുമായിരുന്നു. 2 വ്യക്തികളായിരുന്നു ജസ്റ്റിനും വിൽസണും. കാരണം വളരെ അന്നത്തെ മിസ്റ്റർ നിർമ്മല എന്ന് പറഞ്ഞ ആ വലിയ ഒരു കോമ്പറ്റീഷനിൽ അത് കാണാനും അത് പങ്കെടുത്ത് ഇങ്ങനെ ജീവിതത്തിൽ ആകാൻ സാധിക്കുമോ എന്നൊക്കെ ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസം ഞാനൊക്കെ ഒന്ന് എക്സസൈസ് ചെയ്ത് നോക്കി. കാര്യമായ ഒരു മസിലിൻ്റെ ഒരു പുരോഗതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് വഴി വെച്ച് അതിൻ്റെ ഒഴിച്ചു പോവുകയാണ് ഉണ്ടായത്. ഇപ്പോഴും അത് വിൽസൺ ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് കേട്ടപ്പോൾ ഒത്തിരിയേറെ സന്തോഷം തോന്നി. ഞാൻ അത് സാറിനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇദ്ദേഹം ഇവിടെ പഠിച്ചു ഒരിക്കലും ചിന്തിച്ചില്ല. സാറ് പറഞ്ഞു സന്തോഷം, പരിപാടിയുടെ സന്തോഷം. ജോയി സാറ്, ലിലി സിസ്റ്റർ, കുഞ്ഞു ടീച്ചർ, ജോയി സാറ്, ബീച്ചർ സാറ്, ജെയിംസ് സാറ്, ലാസ് സാറ് എല്ലാവരും അതേപോലെ തന്നെയുള്ള മുഖം. ലാസ് സാറിന് മുഖത്ത് ഇച്ചിരി മാറ്റം വന്നു. ജെയിംസ് സാറിന് ഇച്ചിരി പെയിന്റ് അടിച്ചാൽ പഴയ ആളുകൾ വ്യത്യാസമില്ല. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഗ്രേഡ് പോയിന്റ് മറ്റേ നാക്കിൽ നേടിയത്. 3.73 എന്നൊരു മാജിക്കൽ സ്കോർ നമുക്ക് നേടാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഈ വർഷം നമ്മൾ ഓട്ടോണമസ് പദവിയും നമ്മൾ ആർജിച്ചിരിക്കുകയാണ്. അപ്പോൾ കോളേജ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെല്ലായ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് പ്രത്യേകമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഞങ്ങൾ നല്ല ജീവിതത്തിലെ കാര്യങ്ങൾ വേറെ സ്ഥലങ്ങളിൽ വേറെ ജോലികളുമായിട്ട് കഴിഞ്ഞുകൂടി വയസ്സായി കഴിയുമ്പോൾ അവരുടെ 60 കഴിയുമ്പോൾ സീനിയർ സിറ്റിസൺ ആവും. അത് സിറ്റിസൺ ആകുക. അത് കഴിയുമ്പോൾ നിങ്ങൾ ഈ കൂട്ടായ്മ നല്ല രീതിയിൽ കൊണ്ടുപോകുക, നല്ല ബന്ധങ്ങൾ ഉണ്ടാവുക. നല്ല ബന്ധങ്ങൾ വഴി എല്ലാവർക്കും ഒരുപോലെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ചിലർക്ക് ചില കാര്യങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ അങ്ങനെ പരസ്പരം സഹായിച്ച് പരസ്പരം ഊന്നുകൂടികളായിക്കൊണ്ട് നിങ്ങളെ ഈ കൂട്ടായ്മ വിപുലീകരിക്കട്ടെ. സർവീസിലേക്ക് കയറിയ ആ കൊല്ലം മുതൽ 2011 റിട്ടയർ ചെയ്യുന്ന കാലം വരെ പഠിപ്പിച്ച ഒരു വിഷയം അക്കൗണ്ടൻസ് തന്നെയാണ്. അത്
നമ്മുടെ വിഷയങ്ങളിൽ, കൊമേഴ്സിൻ്റെ വിഷയങ്ങളിൽ എല്ലാവർക്കും ഒരു പേടിപ്പെടുത്തുന്ന വിഷയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അക്കൗണ്ടൻസി പഠിക്കാൻ വിഷമമാണ്. ഏതായാലും അങ്ങനെ ഒരു വിഷയം പഠിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ സാധിച്ചപ്പോൾ ഇപ്പോൾ വിൻസെൻ്റ് മാഷിനെ നമ്മൾ ഇംഗ്ലീഷിലെ വിൻസെൻ്റ് എന്ന് പറയുന്ന പോലെ കൊമേഴ്സിലെ അക്കൗണ്ടൻസി സാറ് എന്നാണ് എൻ്റെ പേരിലല്ല അറിയപ്പെടുന്നത്. അക്കൗണ്ടൻസി പഠിപ്പിക്കുന്ന സാറ് എന്നാണ് ഏത് ബാച്ച് കണ്ടു വന്നാലും അറിയപ്പെടുന്നത്. ഞാനൊരു പിള്ളേരെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് ആ വാക്ക് പറയാൻ തന്നെയാണ് ഇപ്പോഴും ആഗ്രഹം. അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ആവശ്യമൊന്നും വേണ്ട. ഇങ്ങനെ ചെറുപ്പാട്ടിരിക്കുന്നുള്ളതാണ് ഞങ്ങൾക്ക് 62ആയി. എത്രയായി എന്നുള്ളതാണ് ഞങ്ങൾക്ക്. നിങ്ങളുടെ ബികോം ബാച്ച് പാസ് ഔട്ട് ആയിട്ട് 40 വർഷമല്ലേ ആയത്? എന്റെ ബാച്ച് കഴിഞ്ഞിട്ട് ഈ പ്രാവശ്യം ഞങ്ങൾ കൂടി 49 വർഷമാണ് ഞാൻ ബികോം കഴിഞ്ഞിട്ട്. അപ്പൊ അത്ര വ്യത്യാസമാണ് നമ്മൾ രണ്ടും തമ്മില്. ഓക്കെ ഓക്കെ. ഈ